അമേരിക്കയുടെ കുടിയേറ്റ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കിയല്ലോ. ട്രംപ് ഭരണകൂടത്തിന് ശേഷം പ്രത്യേകിച്ചും അത് ആളുകളെ പിന്തിരിപ്പിക്കാൻ സഹായിച്ചോ? അതോ 18,000 പേരെ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ഇതൊന്നും ആളുകളെ പിന്നോട്ട് വലിക്കുന്നില്ല. പിന്നെന്താണ് സംഭവിക്കുന്നത്? സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ യാത്ര കൂടുതൽ അപകടം പിടിച്ചതും കൂടുതൽ ചെലവേറിയതുമായി മാറുന്നു. അപ്പോൾ ആളുകൾ അതിലും അപകടസാധ്യതയുള്ള വഴികൾ തേടാൻ നിർബന്ധിതരാകുന്നു. ഇത് ആർക്കാണ് ഗുണം ചെയ്യുന്നത്? മനുഷ്യക്കടത്തുകാർക്ക്. അപ്പോൾ ഈ കർശന നയങ്ങൾ യഥാർത്ഥത്തിൽ വിപരീത ഫലമാണ് ഉണ്ടാക്കുന്നത് എന്നാണ് ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതിന്റെ എല്ലാം അടിസ്ഥാന കാരണം എന്താണ്? എന്തുകൊണ്ടാണ് ഈ കുടുംബങ്ങൾ സ്വന്തം നാടും വീടും വിട്ട് ഇത്രയും വലിയൊരു റിസ്ക് എടുക്കാൻ തയ്യാറാകുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ പട്ടേൽ കുടുംബത്തിന്റെ കാര്യം തന്നെ എടുക്കാം. ആ സാമ്പത്തിക പ്രതിസന്ധി അതുതന്നെയാണ് പലരുടെയും പ്രശ്നം. ഇന്ത്യയിലെ സാമ്പത്തിക സമ്മർദ്ദങ്ങൾ, പിന്നെ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം, നല്ല ആരോഗ്യ സംരക്ഷണം, കൂടുതൽ തൊഴിലവസരങ്ങൾ, ഇതിൻ്റെയൊക്കെ കുറവ്, അതൊക്കെയാണ് അടിസ്ഥാന കാരണങ്ങളായി ഈ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അമേരിക്കൻ സ്വപ്നമെന്നത് അവർക്കൊരു രക്ഷപ്പെടലാണ്. സ്വന്തം നാട്ടിലെ ഒരു നല്ല ജീവിതം കെട്ടിപ്പടുക്കാൻ പറ്റുന്നില്ലെന്ന് തോന്നുമ്പോൾ ആളുകൾ ഇത്തരം കടുത്ത വഴികൾ തിരഞ്ഞെടുക്കുന്നു. ശരിയാണ്. അപ്പോൾ ഇതിനൊരു പരിഹാരം ഈ മനുഷ്യക്കടത്ത് തടയുന്നതിലോ അതിർത്തി അടയ്ക്കുന്നതിലോ മാത്രം ഒതുങ്ങുന്നില്ല. ഇല്ല, തീർച്ചയായുമില്ല. അപ്പോൾ ഇന്ത്യക്കുള്ളിൽ തന്നെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ ഈ ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ? റിപ്പോർട്ടുകളിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടോ?